തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ടോ? പൂരക്കളിയോ? അതെ, 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സാംസ്കാരിക നഗരത്തിലെ വേദി 7-ൽ പൂരക്കളി അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അരങ്ങ് മാത്രമല്ല, കാണുന്ന കാണികളെയും കുട്ടികളെയും ഒരേപോലെ ആവേശം കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദിയെയും സദസ്സിനെയും ഒരുപോലെ ആവേശം കൊള്ളിച്ചുകൊണ്ട് പൂരക്കളി സംഘം ഇവിടെ ഇരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ക്ഷീണിച്ചോ നിങ്ങളെല്ലാവരും? അത്യാവശ്യം ക്ഷീണമുണ്ട്. കലോത്സവത്തിന് ആദ്യമായിട്ടാണോ വരുന്നത്? അല്ലല്ല, ഇപ്പൊ 4ാമത്തെ കൊല്ലം. എങ്ങനെയുണ്ട് കലോത്സവത്തിന്റെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ +2 കഴിഞ്ഞിട്ട് വിഷമമുണ്ട്. ഇനിയിപ്പോ ലൈഫിൽ ഇതില്ല. പൂരക്കളി കണ്ടിട്ട് നല്ല വിഷമമുണ്ട്. അത്യാവശ്യം നല്ല പാടുണ്ട്. 20 മിനിറ്റ് കളിക്കുക. അത് പാട്ടും പാടി ഒപ്പം ചാടി ഓടി കളിക്കണം. നല്ല പാടുണ്ട്. ജൂലൈ തൊട്ടുള്ള പ്രാക്ടീസാണ്. ഇതിപ്പോൾ ഒരു ദിവസം 3-4 കളി അടുപ്പിച്ച് കളിച്ചാലാണ് ഈ ലെവലിൽ ഇപ്പം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളങ്ങനെ മാക്സിമം ചെയ്തിട്ടുണ്ട്. നല്ല മടുപ്പുണ്ട്. നല്ല പാടുള്ള പരിപാടി തന്നെയാണ് പൂരക്കളി. നല്ല എഫേർട്ട് ഇടുന്നത്. ഈ കലോത്സവത്തിൽ സംഘക്കളികൾ, നമ്മൾ കേരളീയ സംഘക്കളികൾ, തിരുവാതിര, ഒപ്പന, കോൽക്കളി, ദഫ്മുട്ട്, അരമനമുട്ട് സംഘം, ഇങ്ങനെയുള്ള എല്ലാ ഗ്രൂപ്പ് ഇനത്തിലേക്കും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ ഉള്ളത് പൂരക്കളിക്കാണ്. 20 മിനിറ്റാണ് ഇതിൻ്റെ അവതരണ സമയം. ബാക്കിയെല്ലാം 10 മിനിറ്റാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇതിലെ ചുവടുകൾ എന്ന് പറയുന്നത് ഈ വടക്കേ മലബാറിലെ മാത്രം നിലനിൽക്കുന്ന ഒരു കളരി സമ്പ്രദായമുണ്ട്. വട്ടയംതിരിപ്പ് സമ്പ്രദായം എന്ന് പറയും. തെക്കൻ, മധ്യകേരളം, വടക്കൻ കൂടാതെ കളരിപ്പയറ്റിലെ 4ാമത്തെ സമ്പ്രദായമാണ്. അത് കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയ്പ്പേറ്റിലെ ചുവടുകളാണ് ഇവർ ഈ പുരക്കളിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് നിരന്തരം മാസങ്ങളോളമുള്ള പരിശീലനത്തിലൂടെ നല്ലൊരു ടീമായിട്ട് മാറാൻ പറ്റുള്ളൂ. ഇവർ പലരും ഹൈസ്കൂൾ മുതൽ 8ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് മുതൽ കളിച്ചവരാണ്. കുറച്ച് പേര് മാത്രമാണ് +1-ലും +2-ലും പൂരക്കളിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ വർഷങ്ങളായിട്ടുള്ള പരിശീലനം കൊണ്ടാണ് ഇത്രയും നന്നായിട്ട് ഇവർക്ക് അവതരിപ്പിക്കാൻ പറ്റിയത്. ഇതിൻ്റെ വേഷം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ചുവപ്പും കറുപ്പും വെള്ളയും ചേർന്നിട്ടുള്ള ഈ നിറം. അപ്പോൾ ഇത് ചല്ലനം ചൊറ കെട്ടുക എന്ന് പറയുന്നത്. നമ്മുടെ കൊളോക്കിയൽ ഭാഷയിൽ ചല്ലനം ചൊറ എന്ന് പറയുന്നത് കച്ച. ഇപ്പം നമ്മൾ വെള്ള നിറത്തിൽ കാണുന്ന ഈ കച്ചയ്ക്ക് 8 മീറ്റർ നീളമുണ്ട്. അതുപോലെ തന്നെ ചുവപ്പ് നിറത്തിൽ വളരെ ചുരുക്കി നമ്മൾ ചൊറിവിട്ട് കൊടുക്കുമ്പോൾ വളരെ ഷോർട്ടായിട്ടാണ് ഇത് കാണുന്നതെങ്കിലും 3 മീറ്ററോളം, 2.5 മീറ്റർ മുതൽ 3 മീറ്ററോളം നീളമുള്ള തുണിയാണ് ഈ ചുവപ്പ് നിറത്തിൽ പട്ടയായിട്ട് ഉള്ളത്. അതുപോലെ ഇപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിൽ കാണുന്ന ഈ ഉറുമാലി എന്ന് പറയുന്ന ഏറ്റവും അനുഷ്ഠാനപരമായിട്ടുള്ള, ഇപ്പോൾ അമ്പലത്തിലൊക്കെ പുരക്കളി അവതരിപ്പിക്കുമ്പോൾ അനുഷ്ഠാനപരമായിട്ടുള്ള അംശം എന്ന് പറയുന്നത് ഈ കറുപ്പ് നിറത്തിൽ കാണുന്ന ഉറുമാലി എന്ന് പറയും. ഇത് സമചതുരത്തിലുള്ളതിനെ നേരെ മടക്കിയിട്ടാണ് ത്രികോണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വർണ്ണം എന്ന് പറയുന്നത് കാമദേവൻ്റെ പഞ്ചബാണത്തിനെ സൂചിപ്പിക്കുന്ന, കാമദേവൻ്റെ വർണ്ണത്തിനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള 5 നിറങ്ങളാണ് ഈ വേഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പം അത് കാമദേവൻ്റെ ആ നിറമായിട്ട് വരാൻ കാരണം എന്ന് പറയുന്നത്, ഇതിൻ്റെ മിത്ത് പറയുന്നത്, പുരക്കളിയുടെ ആ ഒരു ഐതിഹ്യം പറയുന്നത് കാമദഹനം കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. എങ്ങനെയുണ്ട് പൂരക്കളി? നിങ്ങൾ കുറേ നാൾ പ്രാക്ടീസ് ചെയ്തു, നിങ്ങളുടെ അധ്വാനമാണ് ഇവിടെ കണ്ടത്. അപ്പോൾ എങ്ങനെ പരിക്കുകളൊക്കെ പറ്റിയിരുന്നോ? എങ്ങനെയായിരുന്നു പരിക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 20 മിനിറ്റ് കളിക്കുമ്പോൾ നമ്മുടെ മസിലൊക്കെ ഒന്ന് വലിയും. അങ്ങനെ പ്രാക്ടീസൊന്നും ശരിക്കും ചെയ്തില്ല, അങ്ങനെ കളിക്കാൻ പറ്റില്ല. 20 മിനിറ്റുള്ള സ്റ്റാമിന ഇല്ലെങ്കിൽ കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 20 മിനിറ്റ് കളിക്കും മസിലൊക്കെ വലിയ, അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പെട്ടെന്ന് പൂരക്കളി അറിയാത്ത ഒരാൾക്ക് പെട്ടെന്ന് പഠിച്ച് കളിക്കാനൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ കലോത്സവത്തിന് വേണ്ടിയിട്ടാണ് പഠിച്ചത്. അപ്പോൾ ആദ്യത്തെ സമയത്തൊക്കെ നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ നിങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടി? ഞങ്ങളൊരു എല്ലാ ദിവസവും തന്നെ ഒരു മണിക്കൂറെങ്കിലും ഞങ്ങൾ ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. സ്കൂളിൽ ക്ലാസ്സുള്ള സമയമാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ടും ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ ഫ്രീ പീരീഡും, അതുപോലെ തന്നെ അവധി ദിവസങ്ങളിൽ സ്കൂളിൽ വന്നും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നല്ല മെയ്വഴക്കത്തോടു കൂടിയാണ് കലോത്സവം കഴിയുമ്പോഴേക്കും വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനിയും ഇത് തുടർന്ന് ചെയ്യാനുള്ള പരിപാടികളുണ്ടോ? ഇനി വരുന്ന കലോത്സവങ്ങൾക്കോ അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് കോളേജ് ലെവലിലേക്കൊക്കെ പോകുമ്പോൾ ഇത് തുടർന്ന് കൊണ്ടുപോകാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് അതിനുള്ള അവസരം കിട്ടിയാൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് വേണ്ടി പോകും. ഞങ്ങൾക്ക് അതുപോലെ എല്ലാവർക്കും വിഷമമുണ്ട്. ഞങ്ങളുടെ അവസാനത്തെ കൊല്ലമാണ്, അപ്പോൾ അതിൻ്റേതായ വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ ഇനി അവസരം കിട്ടിയാൽ ഉറപ്പായിട്ടും ഞങ്ങൾ ചെയ്യും.
ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.